ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതനുസരിച്ച് മാത്രമേ അവർക്കൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റത്തുള്ളൂ. തന്നെയല്ല, ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സെവിടെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തന്നെയല്ല, ഏത് പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ പിന്നിലും ഒരു റീസൺ ഉണ്ടാവണം. അതാണ് അവർക്കത് ചെയ്യാനുള്ളൊരു ഊർജം കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് പങ്കാളികൾ വ്യത്യസ്തമായ രീതി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ ഏത് മെത്തേഡാണെങ്കിലും അത് പൂർണ്ണമായിട്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്, ഫിസിക്കലി മെൻ്റലി. പക്ഷേ പല പങ്കാളികളും ഇതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം മനസ്സുകൊണ്ട് സൃഷ്ടിക്കാറില്ല. ചിലരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു മെത്തേഡിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. പ്രത്യേകിച്ചും കുറച്ച് സ്മാർട്ടായിട്ടുള്ളവരെ സംബന്ധിച്ച് ഇതിനകത്തൊരു പ്രത്യേക ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ തോന്നുന്നത് എപ്പോഴാണ്? നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും അതിനെക്കുറിച്ച് ചോദിക്കുകയും സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ്. അതുപോലെ നമുക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു കാര്യം, കൂടുതൽ സുഖവും സന്തോഷവും തരുന്ന ഒരു കാര്യം കുറച്ച് വ്യത്യാസമായിട്ട് ചെയ്യണമെന്ന് സ്മാർട്ടായിട്ടുള്ള എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ സാഹചര്യം കൊണ്ടുണ്ടാക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. മാത്രമല്ല, ബ്രെയിനിൽ നടക്കുന്ന ചില കെമിക്കൽസിൻ്റെ പ്രവർത്തനം. ഇതിനകത്ത് കുറേ വർഷങ്ങൾ അവർ കണ്ടും കേട്ടും എക്സ്പീരിയൻസ് ചെയ്തും പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു മെത്തേഡാണെങ്കിലും തുടക്കത്തിൽ അതിൻ്റേതായിട്ടുള്ളൊരു മൂഡ് വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നമ്മുടെ എനർജി ലെവൽ ആ രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ മനസ്സിന് നല്ല കൺട്രോളും വേണം. ഈ മെത്തേഡ് ചെയ്യുന്നതിന് മുമ്പേ തുടക്കത്തിൽ തന്നെ മറ്റ് പല ക്രിയകളും ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ മെത്തേഡിന് മുമ്പേ ഫോർപ്ലേയുടെ സമയം കുറച്ച് കൂട്ടുന്നത് നല്ലതാണ്. കാരണം ഈ ഒരു രീതിയുടെ സമയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പുരുഷനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം പങ്കാളി അറിയാതെ ബോധപൂർവം മനസ്സിനെ മറ്റ് പല തലത്തിലേക്കും ഡൈവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇത് ചെയ്യുന്നതിൻ്റെ നിയന്ത്രണം കൂടുതലും സ്ത്രീ പങ്കാളിയിലായതുകൊണ്ട് സ്ട്രോക്ക് കിട്ടേണ്ട കറക്റ്റ് സ്ഥലത്ത് തന്നെ കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പങ്കാളിയോട് ഒരു പ്രത്യേക സ്നേഹവും കരുതലും ഒക്കെയുണ്ട്. ഇപ്പോൾ ഏതൊരു വെറൈറ്റി രീതിയാണെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പമായിട്ട് അതിന് അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മളിപ്പോൾ ഏത് കാര്യമാണെങ്കിലും വീണ്ടും അത് താല്പര്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു റിലാക്സേഷൻ വേണം, ഒരു സുഖം വേണം. ഇവിടെ ഷെയറിങ്ങിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാരണം മറ്റൊരു വ്യക്തിക്ക് ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാവുകയാണ്. ഈ ഒരു കാര്യം കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്ന പങ്കാളിയെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും ഒരു രീതിയോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലായിരിക്കും. എനിക്ക് തോന്നുന്നു സ്നേഹം കൊണ്ടുള്ള ചുംബനങ്ങൾക്ക് മനസ്സിനെ ഒരു പ്രത്യേക തലത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ചില സാഹചര്യത്തിൽ നാവ് കൊണ്ടുള്ള ക്രിയകൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഒരു പുരുഷനെ സംബന്ധിച്ച് അവനവൻ്റെ പങ്കാളിയെ പൂർണ്ണമായിട്ടും ഈ ഒരു കാര്യത്തിനകത്ത് തൃപ്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഏതോ ഒരു ലോജിക്ക് ഇതിനകത്ത് പ്രയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പങ്കാളികളെ സംബന്ധിച്ച് അവരുടെ ലൈഫ് കളർഫുള്ളാകണമെങ്കിൽ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു കൂട്ടർക്കുള്ള സാധ്യതയോ കഴിവോ അല്ലെങ്കിൽ താല്പര്യമോ ആയിരിക്കത്തില്ല മറ്റൊരു കൂട്ടർക്കുള്ളത്. ചിലരെ സംബന്ധിച്ച് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് നെഗറ്റീവ് ചിന്തകളാണ് മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ എല്ലാത്തിനോടും ഈ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ ക്രമേണ നമ്മുടെ ലൈഫ് ഒരു ബോറിംഗ് ആയിട്ട് മാറും. നമ്മുടെ ബ്രെയിനിന് പ്രകൃതിയാൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അത് കുറച്ചൊക്കെ ത്രില്ലുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ സാധാരണ രീതിയിലും ചെയ്യാം, എന്നാൽ കുറച്ചൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വ്യത്യസ്തമായ രീതി അഡോപ്റ്റ് ചെയ്യാം. അതുപോലെ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ശരീരപ്രകൃതി ഓരോ തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ചിലർക്ക് ചില മെത്തേഡ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അങ്ങനെ വരുമ്പോൾ അത് കൂടുതലായിട്ടും ട്രൈ ചെയ്ത് നോക്കാതെ നമുക്ക് കുറച്ചൊക്കെ റിലാക്സായിട്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് കണ്ടെത്തണം. ഇനി ഏത് രീതിയാണെങ്കിലും അത് രണ്ട് കൂട്ടർക്കും ഇഷ്ടമായിരിക്കുകയും വേണം, ആരോഗ്യകരമായിരിക്കുകയും വേണം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.